ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫോർ സെയിൽ. ഇപ്പോൾ ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ ന്യൂസ് ഓൾറെഡി എയറിലുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ഓൾറെഡി എയറിലുണ്ട്. ഞാനും വിചാരിച്ചത് എന്താണ്, ഇന്റർനാഷണൽ ബ്രേക്ക് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരുപാട് ട്രാൻസ്ഫർ റൂമേഴ്സ് ആണ് പ്രധാനമായിട്ട് വരാൻ ചാൻസ് ഉണ്ടായിരുന്നതെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ ഇവിടെ ട്രാൻസ്ഫർ റൂമറുകളല്ല വന്നിരിക്കുന്നത്, സെയിലിന്റെയാണ്. അപ്പൊ ഈ സെയിലിൽ ഞാൻ ആദ്യം വിചാരിച്ചത് ചുമ്മാ സ്റ്റോക്ക് ലെവലിലുള്ള വേരിയേഷൻസ് വരുത്താനുള്ള ചുമ്മുള്ള ഒരു ഗിമിക്ക് പരിപാടികളായിരിക്കും എന്നാണ് ആദ്യം വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഈ ന്യൂസ് ആദ്യം വന്നിട്ടുള്ളത് തുർക്കി അൽ ഷെയ്ഖ് എന്ന് പറഞ്ഞുള്ള ഒരു ട്വിറ്റർ, അതായത് എക്സ് പോസ്റ്റിലാണ് ഇത് ഈ ഒരു ന്യൂസ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഈ വ്യക്തിനെ കുറിച്ച് ഒന്ന് നോക്കിയപ്പോ ആള് കുറച്ച് റെലവെന്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഒരുപാട് ബന്ധങ്ങളുള്ള വ്യക്തിയാണ്. സൗദിയിലും അതുപോലെ തന്നെ യൂറോപ്പിലും അമേരിക്കയിലും ബന്ധങ്ങളുള്ള വ്യക്തിയാണ്. ഞാൻ പ്രത്യേകം പറഞ്ഞത് അമേരിക്കയിലും കൂടി ബന്ധങ്ങളുള്ള വ്യക്തി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ന്യൂസ് വരാൻ ഉള്ള കാരണങ്ങൾ നോക്കിപ്പോയപ്പോ ഒരു ചെറിയൊരു വാർത്ത കണ്ടു, അല്ലെങ്കിൽ അങ്ങനെ അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് കണ്ടു. ഡൊണാൾഡ് ട്രംപ് ഇതിലൊരു ഇൻക്ലൂഡഡ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഈ ഒരു സെയിൽ പ്രൊജക്റ്റിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ള ഒരു ന്യൂസ് കണ്ടു. അതിപ്പോ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൊണാൾഡ് ട്രംപിന് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ റാഡ്ക്ലിഫ്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഇനിയോസിന്റെ ഓണർ ആയിട്ടുള്ള റാഡ്ക്ലിഫ് നല്ലൊരു ശതമാനം ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഇലക്ഷന്റെ സമയത്ത് ഇനിയോസ് ഗ്രൂപ്പും റാഡ്ക്ലിഫും നല്ലൊരു ഫണ്ട് ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലേസേഴ്സിന്റെ ഹെഡ്, അതായത് ഗ്ലേസേഴ്സിന്റെ ആ ബ്രദേഴ്സിലുള്ള ഒരാള് ഒരു ഹ്യൂജ് ഫണ്ട് റേസിംഗ് നടത്തിയിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ ഇലക്ഷന്റെ പർപ്പസസിൽ മാത്രമായിട്ട് ഒരു ഹ്യൂജ് ഫണ്ട് റേസിംഗ് നടത്തിയിട്ടുണ്ട്. ഇപ്പോ പ്രധാനമായിട്ട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ടും ഇപ്പോ അവരുടെ മാർക്കറ്റിൽ ഭയങ്കര വലിയ തോതിൽ ഒരു ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഗ്രൂപ്പിനും, അതായത് ഇനിയോസ് ഗ്രൂപ്പിനും അതുപോലെ തന്നെ ഗ്ലേസേഴ്സിനും വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് യൂറോപ്പിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് ഇപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ടുള്ളത് ബിയറുകളും ഷാമ്പെയിൻസും ആണ്. 200% വർദ്ധിപ്പിച്ചു അമേരിക്ക. ഇതും കൂടി കണക്കിലെടുക്കുമ്പോൾ യൂറോപ്പിൽ നിന്ന് വന്നിട്ടുള്ള റാഡ്ക്ലിഫിന്, അമേരിക്കയിലാണ് റാഡ്ക്ലിഫിന്റെ നിയോസിന്റെ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സും അതുപോലെ തന്നെ അതിനോട് അനുബന്ധിച്ച് നടക്കുന്ന ഒരുപാട് ബിസിനസ്സുകളും ഉള്ളത്. അതിന്റെ ഷെയറിലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. ഇങ്ങനെയുള്ള ഒരു ഈ അവസ്ഥയിൽ ഈ രണ്ട് ടീമിന്റെയും ഫിനാൻഷ്യൽ ഇഷ്യൂ ക്രൈസിസ് ഒരു വിധത്തിലെങ്കിലും തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരേ ഒരു മാർഗം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. ഇതിനു മുമ്പ് റാഡ്ക്ലിഫ് ആയിട്ടുള്ള സെയിലിന്റെ സമയത്ത്, അതിനു മുമ്പ്, അതായത് ഈ ലാസ്റ്റ് നടന്ന സെയിലിന്റെ ഡിസ്കഷനിൽ ഖത്തർ ആയിരുന്നു മുൻപന്തിയിൽ. ഇപ്പൊ ഖത്തർ അല്ല, ഇപ്പൊ സൗദി ആണെന്ന് കേൾക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഖത്തർ മാറിയത് എന്നുള്ളതിന് ഉദാഹരണം പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രയേലിന്റെ ഇഷ്യൂ, ഗാസയെയും ഇസ്രയേലിന്റെയും മധ്യസ്ഥ സംഭാഷണത്തിന് ഖത്തർ ഒരുങ്ങിണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു വലിയ സ്ഫോടനം നടന്നിട്ടുണ്ടായിരുന്നു, നമുക്കറിയാം. അങ്ങനെയാണ് ഖത്തറിനെ മാറ്റി സൗദിയെ കൊണ്ടുവന്നിട്ട്, ഖത്തർ അന്ന് ആ സമയത്ത് 7.1 ബില്യന്റെ ഒരു ഓഫർ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സൗദിയിലേക്ക് വന്നപ്പോൾ അത് 5.5 ബില്യന്റെ ഓഫർ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും സൗദിയിലേക്ക് ഒരു ഓഫർ വരാനുണ്ടായ ഒരു കാരണം ഡൊണാൾഡ് ട്രംപ് വഴിയാണ്. അതായത് ഈ തുർക്കി അൽ ഷെയ്ഖ് എന്ന് പറയുന്ന വ്യക്തി അമേരിക്കയിലും അതുപോലെ തന്നെ സൗദിയിലും യൂറോപ്പിലും പല രീതിയിലുള്ള എന്റർടൈൻമെന്റ് ബിസിനസ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെതായ ഇൻചാർജ് ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം വഴിയാണ് ഇവരായിട്ടുള്ള ഒരു ഡീലിന്, അല്ലെങ്കിൽ ഇവരായിട്ടുള്ള ഒരു നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂവിന്റെ ക്രൈസിസിന്റെ പിന്നിൽ. മേ ബി അത് ചിലപ്പോൾ ഒരു സ്റ്റേഡിയം പണിയുന്ന ചിലപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു, ചിലപ്പോൾ അതിലേക്ക് മാത്രമാണ് എന്നും പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇതിനു മുമ്പ് നടന്ന സെയിലില് ഖത്തറിനെ ഇൻവോൾവ് ചെയ്യിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം
ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു എന്ന് അന്ന് പല മീഡിയസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റാറ്റ്ക്ലിഫിന് ഡൊണാൾഡ് ട്രംപുമായിട്ടും റാറ്റ്ക്ലിഫിന്റെ കമ്പനിയും വളരെ അടുത്ത ബന്ധത്തിലാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലുള്ള അമേരിക്കയിൽ നിന്നുള്ള ഓണേഴ്സ് ആയിട്ടുള്ള ഗ്ലേസേഴ്സിനെ കുറച്ചും കൂടി കൺവിൻസിങ് ആയിട്ട് റാറ്റ്ക്ലിഫിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുള്ള ആള് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. ഇതിനു മുമ്പ് നമ്മൾ എലോൺ മസ്കിന്റെ ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. എലോൺ മസ്ക് ട്രംപായിട്ട് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് മസ്ക് യുണൈറ്റഡ് വാങ്ങാനുള്ള ഒരു ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെയും ബേസ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അപ്പോൾ ഇപ്പൊ പ്രചരിക്കുന്ന വാർത്തകളിൽ എത്രമാത്രം യാഥാർത്ഥ്യം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫാക്റ്റും കൂടി ഒരു ഭാഗത്ത്, അതായത് പൊളിറ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇതും ഈ സെയിലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ വെറും കിംബദന്തികൾ മാത്രമാണോ, അതോ ഈ ഇന്റർനാഷണൽ ബ്രേക്ക് നമുക്ക് കുറച്ചും കൂടി എൻഗേജിങ് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഡേ ടു ഡേ ഓരോരോ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കുറച്ചും കൂടി എൻഗേജിങ് ആക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ, അതോ സ്റ്റോക്കിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടി ഉണ്ടാവുന്നതാണോ, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഒരു അമേരിക്കയിലും ഡൊണാൾഡ് ട്രംപും ഈ ഒരു വിഷയവുമായിട്ട് ഈ ഒരു രീതിയിൽ കണക്റ്റഡ് ആണ്, ഫിനാൻഷ്യലായിട്ട്, പൊളിറ്റിക്കലി ഫിനാൻഷ്യലായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം വരുന്ന ടൈമിൽ ഇനി ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്, ആരൊക്കെയാണെങ്കിൽ മാറുമോ വരുമോ, ഇതൊക്കെ വെറും ഗ്യാസ് ലൈറ്റ് പോലെ അടിച്ചു പോവോ, എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം എല്ലാവരും നിങ്ങളുടെ കാരണങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ബൈ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.